40% വരുന്ന വനമേഖല, വൃക്ഷനിബിഡമായ കാപ്പിത്തോട്ടങ്ങൾ, പരന്നു കിടക്കുന്ന പാടശേഖരങ്ങൾ, വിശാലമായ തേയിലത്തോട്ടങ്ങൾ. ഇതാണ് വയനാടിൻ്റെ ഭൂപ്രകൃതി. വ്യാപകമായ മരമുറിയും നിയന്ത്രണമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളും ഗുരുതരമായ പാരിസ്ഥിതിക മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അന്തരീക്ഷ മലിനീകരണം ഏറ്റവും കുറവുള്ള ഭൂപ്രദേശമാണ് ഇപ്പോഴും വയനാട്. വൻകിട വ്യവസായശാലകളില്ലാത്തതും മലിനീകരണ സാധ്യത കുറയ്ക്കുന്നു. അയൽ ജില്ലകളിൽ നിന്നടക്കമുള്ളവർ ഇങ്ങോട്ടെത്തുന്നത് ഈ ശുദ്ധവായു തേടിയാണ്. ഇവിടെ വന്നാൽ ഒരു ആശ്വാസം. രാവിലെ ഞങ്ങൾ കുറച്ച് മുന്നേ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ നേരം ഇവിടെ ഇരുന്ന് വോട്ട് ചെയ്യാനൊക്കെ കഴിഞ്ഞു. ഇവിടെ നിന്ന് ഒന്ന് ഫ്രഷായിട്ട് പോവുകയാണ്. നിറയെ പച്ചപ്പും മരങ്ങളും പിന്നെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ആയുർവേദ മരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങളൊക്കെ ടൗണിൽ ജീവിക്കുന്നവരാണ്. വീടിൻ്റെ ഉള്ളിൽ വരെ പൊടിപടലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ്, ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം കൊണ്ടും ബെറ്ററാണ്. വൻകിട നഗരങ്ങളിൽ നിന്ന് അവധി ആഘോഷിക്കാനെത്തുന്നവർക്കും വയനാട് സ്വർഗഭൂമിയാണ്. Oh, the quality is amazing here. I think no dust, it's dust free, and you can see a lot of trees here, which makes you feel really good. The total AQI would be like above the expected one, I can say. Unlike where we are coming from cities, it's only pollution there. It's a concrete jungle. This is a nature. This is a proper jungle. Dust level is very low, and I think it's good for the skin. It's good for the health. No comparison at all, because everything is like 1/10 and 10/10 here at all. In city we have some breathing problems, but after coming to Wayanad and Kerala, I have no such problem. When we were in big cities like in Jaipur, noisy with pollutions, so now this is more cool. വയനാട്ടിലെ മീനങ്ങാടിയെ രാജ്യത്തെ തന്നെ ആദ്യ കാർബൺ ന്യൂട്രൽ മേഖലയാക്കാനുള്ള പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. വയനാട്ടിലേക്ക് എത്തുന്ന സഞ്ചാരികളിലേറെയും ബംഗളൂരു, ചെന്നൈ, മുംബൈ തുടങ്ങിയ മെട്രോ നഗരങ്ങളിൽ നിന്നാണ്. ഇത്തരം സഞ്ചാരികളെ സംബന്ധിച്ച വയനാട്ടിലേക്കുള്ള ഓരോ യാത്രയും കാഴ്ചകൾ കാണുന്നതോടൊപ്പം ശുദ്ധവായു ശ്വസിക്കാനുള്ള അവസരം കൂടിയാണ്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.